ഹായ് ഗെയ്സ് അപ്പോൾ ഇന്നൊരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേസരിയുടെ വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇതുണ്ടാക്കാൻ ഈസിയാണ് കേട്ടോ. ഒരു 3-4 ചേരുവകൾ മാത്രം മതി. നല്ല സോഫ്റ്റ്നെസ്സും വായിൽ അലഞ്ഞു പോകുന്ന ആ ഒരു ടെക്സ്ചറാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റവ എടുത്തിട്ടുണ്ട്. റവ 1 കപ്പ് വീതമാണ് നമ്മൾ എടുത്തിരുന്നത്. അങ്ങനെ ഞാൻ 3 കപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ചെടുക്കാം. 2-3 ടീസ്പൂണാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചെടുത്തത്. അപ്പോൾ റവ ഞാൻ ആ കപ്പ് ഒന്നൊന്നായി ഇട്ട് കൊടുക്കുകയാണ്. നന്നായി അളന്നാണെന്ന് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ റവേനെ നമുക്ക് നമ്മൾ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നെയ്യ് ചൂടായി വരുന്ന നേരമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. വറുത്തെടുക്കണം കേട്ടോ, നല്ല പൊരിയാണിക്ക്. അപ്പോൾ പൊരിയാണെങ്കിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. നല്ല പൊള്ളയിലേക്ക് ഗൈസ്. പിന്നെ അപ്പോൾ ഇതാ കാണുന്നത് പോലെ തന്നെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു ചട്ടിയിൽ വെള്ളം ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് തിളക്കാൻ വെക്കണം. അപ്പോൾ ഒരു 2-3 തിള വരുമ്പോൾ അതെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടാനാണ് കേട്ടോ. പിന്നെ കുറച്ച് പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ടേസ്റ്റിനാണ്. പിന്നെ നമുക്ക് വറുത്ത് വെച്ച ഇതിട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, കളറിന് വേണമെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് റവ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. റവ ഇടുന്ന നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ വേണം, ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ റവ ഇടുന്ന നേരം കളർ മാറി വരുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ വേണം ഗൈസ്. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ വേണം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത് ഗൈസ് നല്ല ചട്ടിയിൽ വിട്ട് വരുന്ന ആ ഒരു പരുവത്തിനോട് അടുത്ത് വരുന്നുണ്ട്, കാണുന്നുണ്ടാകും. ഏകദേശം നമ്മൾ ഷീറ ആവാനായി. നല്ല കളറൊക്കെ ആയി. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ പഞ്ചാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചാര അത്യാവശ്യം നല്ല വേണം. 2-3 കപ്പൊക്കെ പഞ്ചാര എന്തായാലും വേണം. നല്ല മധുരത്തോടെയാണ് ഈ ഷീറ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നന്നായി മധുരമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു 5-6 മിനിറ്റ്. അപ്പോൾ ഞാൻ ഷീറയെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ് പറയുന്നത് പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വായിൽ വെക്കുമ്പോൾ അലഞ്ഞു പോകുന്ന ആ ഒരു ടെക്സ്ചറാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ടാറ്റാ, ബൈ ബൈ.